ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ പ്രധാനമായിക്കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് IFRS കുറിച്ച് തന്നെയാണ്. IFRS ഓർ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRS എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്സുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഗ്യാപ്പ്, ഇന്ത്യൻ ഗ്യാപ്പ്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഗ്യാപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യം, അതിൽ നിന്ന് എങ്ങനെയാണ് IFRSലേക്ക് എത്തിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ബാലൻസ് ഷീറ്റ് പോലുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലുള്ള, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് മനസ്സിലാക്കുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് മനസ്സിലാക്കുന്നതിനോ, അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ, ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അസറ്റിൻ്റെയും അതേപോലെ തന്നെ ലാബിലിറ്റിൻ്റെയും പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നത്, ഇതിനു വേണ്ടി മാത്രമല്ല നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, അവയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കൂടി പറ്റണം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാ വർഷത്തെയും ഒരേ രൂപത്തിലുള്ളതായിരിക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും മറ്റു കമ്പനിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ള മറ്റു കമ്പനികളുമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഒരേ രൂപത്തിലുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയുടെ അവരുടെ ഇൻകവും എക്സ്പെൻഡിച്ചറും അസറ്റും ലാബിലിറ്റീസും ഒക്കെ നമുക്ക് പല വിധത്തിൽ എഴുതി സൂക്ഷിക്കാം. അതേപോലെ തന്നെ പല വിധത്തിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കാണാം. ഓക്കെ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ഇൻകം ഒരു സൈഡിലും എക്സ്പെൻസ് മറ്റൊരു സൈഡിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് അവിടെ എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ ജേണൽ എൻട്രീസും അതേപോലെ തന്നെ ലെഡ്ജറുകളും അതേപോലെ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും ഒന്നും പ്രിപ്പയർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റ് ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഇങ്ങനൊരു അക്കൗണ്ടിങ് ഫോർമാറ്റിൽ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമ്മൾ ആദ്യം അതിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു, ദെൻ ജേണൽ എൻട്രി എഴുതി, ദെൻ അതിനെ ലെഡ്ജറിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഇതേ സ്റ്റേജസ് അല്ലെങ്കിൽ ഇതേ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റ് കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും മറ്റ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കമ്പാരിസൺ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അതേ അക്കൗണ്ടിങ് പോളിസീസും പ്രൊസീജിയേഴ്സും ആയിരിക്കണം അവരും യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഈ ഒരു ഇങ്ങനെ ഒരു കമ്പാരബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പാരിറ്റിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസസും കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. എല്ലാ ഫേമുകളും അല്ലെങ്കിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അവർ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസും അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സും പ്രാക്ടീസസും ഒക്കെ ഒരേ രൂപത്തിലായിരിക്കണം. ഈ ഒരേ രൂപത്തിലായിരിക്കുന്ന ഈ അക്കൗണ്ടിങ് പോളിസീസിനെയും അക്കൗണ്ടിങ് പ്രാക്ടീസസിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുക. നമുക്കവിടെ കാണാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഫോർമുലേറ്റഡ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ടു ഒബ്സർവ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ത്രൂ ഔട്ട് ദി വേൾഡ്
ടു മേക്ക് ദം സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് റിലയബിൾ. ലോകത്തെ എല്ലായിടത്തും നമ്മുടെ അക്കൗണ്ടിങ് പോളിസീസും അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സും ഒരേ യൂണിഫോം ആയിരിക്കാൻ വേണ്ടി, അതായത് ഒരേ രൂപത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ കൊണ്ടുവന്ന് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളുണ്ട്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോകത്തെ എവിടെയുള്ള എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇന്ത്യ രാജ്യത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അമേരിക്കയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അത് തമ്മിൽ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരും നമ്മളും ഒരേ രൂപത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത് ഫോർമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രധാനം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വേൾഡിലെ എല്ലാ അക്കൗണ്ടിങ് അല്ലെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് ഒരേ രൂപത്തിലായിരിക്കണം, അത് യൂണിഫോം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ യൂണിഫോമിലേക്ക് അല്ലെങ്കിൽ ഒരേ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് എ സെലക്റ്റഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഓർ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ടു ബി ചൂസൺ ഔട്ട് ഓഫ് സെവറൽ ആൾട്ടർനേറ്റീവ്സ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിനകത്ത് വരുന്ന പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഈ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സ്പെൻസിനെ തന്നെ നമുക്ക് അത് വേണമെങ്കിൽ ഒരു ലാബിലിറ്റി ആയിട്ട് കാണിക്കാം. അത് ഓരോ രാജ്യത്തും ചിലപ്പോൾ അത് ലാബിലിറ്റി ആയിരിക്കും, ചിലപ്പോൾ അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു അസറ്റിനെ നമുക്കത് എന്ത് ചെയ്യാം, മറ്റു രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അതൊരു ഇൻകമായിട്ട് മാറ്റാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലോകത്തെ എല്ലായിടത്തും ആ ഒരു ട്രാൻസാക്ഷന് ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലോകത്തെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തായിട്ട് മാറും, ഒരേ രൂപത്തിലായിട്ട് മാറും. അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ത്രൂ ഔട്ട് വേൾഡിലെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഒരേ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് ഒരുപാട് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് ഒരുപാട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട പോളിസീസും അതേപോലെ തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരുപാട് ഗൈഡ് ലൈൻസുമാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് വരുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വരുന്ന അക്കൗണ്ടിങ് പോളിസീസും അതേപോലെ തന്നെ ഗൈഡ് ലൈൻസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് വേൾഡിൽ എന്തായിരിക്കും, ഒരേ രൂപത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും. ഓക്കെ, അക്കോർഡിംഗ് ടു ടി പി ഘോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ ദ പോളിസി document issued by the recognized expert accountancy body relating to various aspect of measurement, treatment and disclosure of accounting transaction and event. ഒരുപാട് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഈവൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് മെഷർ ചെയ്യുന്നതും അത് ട്രീറ്റ് ചെയ്യുന്നതും അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതും അത് ഒരേ രൂപത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് റെക്കഗ്നൈസ്ഡ് എക്സ്പേർട്ട് അക്കൗണ്ടൻസി ബോഡി, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടൻസി ബോഡി അവർ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്, അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്. ആ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഒരുപാട് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോളിസീസാണ്. ആ ഒരു പോളിസി പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പേർട്ട് അക്കൗണ്ടൻസി ബോഡി അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻറ്റിനകത്ത് വരുന്ന ഗൈഡ് ലൈൻസും പോളിസീസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് ഒക്കെ മെഷർ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും അത് ഡിസ്ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരേ രൂപത്തിലുള്ള അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോളിസീസ് ആണ്. ഈ പോളിസീസ് എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം. അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പോളിസീസാണ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ് അല്ലെങ്കിൽ റൂൾസ് ആണ്. ഇവ നമ്മൾ ഫോളോ ചെയ്ത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ എല്ലായിടത്തെയും അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സെയിം ഒരേ രൂപത്തിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ASB എന്ന് പറയും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്തായിരിക്കും? അതിൻ്റെ ഒരു ബോർഡ്, അതിനൊരു വേണ്ടിയിട്ടുള്ള ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോളിസീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബോർഡിനെ നമുക്ക് എന്ത് വിളിക്കാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് വിളിക്കാം. നമുക്കവിടെ കാണാം, ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. 1977 ഏപ്രിൽ 21 ASB എന്ന് പറയുന്ന ഒരു ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത്. അവർ നിർമ്മിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ടു ഹാർമോണൈസ്, ഒരേ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട്, ടു ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ ദി കൺട്രി. നമ്മുടെ രാജ്യത്തിനകത്ത് ഈ ASB എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ബോർഡാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ബോർഡാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇന്ത്യയിലുള്ളതാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ളത് ICAI എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ASB എന്ന് പറയുന്ന ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 1977 ഏപ്രിൽ 21 എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ബോർഡിനെ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അവരതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് കണ്ടു ടു ഹാർമോണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ ദി കൺട്രി. നമ്മുടെ രാജ്യത്തിനകത്ത് വ്യത്യസ്തങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസും അതേപോലെ തന്നെ പ്രാക്ടീസസുമായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അക്കൗണ്ടിങ് പോളിസീസും അതേപോലെ തന്നെ പ്രാക്ടീസസും ഉണ്ടായിരുന്നത്. അതായത് ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് പല രൂപത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പല രൂപത്തിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ, അല്ലെങ്കിൽ പല രൂപത്തിലുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസിനെ ഒരേ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹാർമോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ASB എന്ന് പറയുന്ന ഒരു ബോർഡിനെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൽ അതിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ICAI, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അവർ നോമിനേറ്റ് ചെയ്യുന്ന കുറച്ച് മെമ്പേഴ്സായിരിക്കും ഈ ASBക്കകത്ത് ഉണ്ടായിരിക്കുക. അതായത് ICAIയുടെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ആളുകൾ തന്നെയായിരിക്കും എന്നുണ്ടാവുക ഈ ASB എന്ന് പറയുന്ന ബോർഡിലുണ്ടായിരിക്കുക. ഈ ബോർഡിലുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നത് ഈ ASB ആയിരിക്കും. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഫോളോ ചെയ്യേണ്ട എങ്ങനെയൊക്കെയാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഒരു നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്തായാലും, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്തായാലും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്തായാലും, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്തായാലും, ഏത് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ സെറ്റ് ഓഫ് റൂൾസും അതേപോലെ തന്നെ പോളിസീസും ഒക്കെ അത് നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ASB ആയിരിക്കും. ഈ ASBയിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്ന ICAI അവർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും അതിൽ വരുന്നത്. ASB ഹാസ് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സോ സച്ച് ദാറ്റ് സ്റ്റാൻഡേർഡ്സ് മേ ബി മാൻഡേറ്റഡ് ബൈ ദി കൗൺസിൽ ഓഫ് ICAI. അവർ ഈ ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അവർക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ അവർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനകത്ത് എന്തായി? അത് മാൻഡേറ്റായി. അത് മാൻഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ICAI അതിനെ അവരുടെ കൗൺസിലിനകത്ത് അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ, ICAIയുടെ കൗൺസിലിനകത്ത് ഈ ASB കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾസ് എന്ത് ചെയ്യാം? ICAIയുടെ കൗൺസിലിനകത്ത് അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തിനകത്ത് അത് ഫോളോ ചെയ്യേണ്ടത് ആ ഒരു ASBയുടെ ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ASB എന്ത് ചെയ്തു? ഒരു പുതിയ ഗൈഡ് ലൈൻ കൊണ്ടുവരികയാണ്. അക്കൗണ്ടിങ്ങിനകത്ത് ഇങ്ങനെയൊരു സംഭവം നിലവിൽ കൊണ്ടുവരണം എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ICAI അവരുടെ കൗൺസിലിനകത്ത് ഇതെന്ത് ചെയ്യും? ഇത് അവതരിപ്പിക്കുക. അങ്ങനെ അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അംഗീകാരത്തിന് ശേഷം പിന്നെ നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് ഈ അവർ പുതിയ കൊണ്ടുവന്നിട്ടുള്ള ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം നമ്മൾ നിർബന്ധമായിക്കൊണ്ട് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് ASB അവരുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യയിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? ASB കൺസിഡർ ചെയ്യും. അതായത്
നിലവിലുള്ള ലോസ്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരുപാട് ലോസ് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് ലോസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കസ്റ്റംസ്, യൂസേജസ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ ദി കൺട്രി, നമ്മുടെ രാജ്യത്തിനകത്ത് വരുന്ന ബിസിനസ് എൻവയോൺമെൻറ്റും അതേപോലെ തന്നെ കസ്റ്റംസും അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ICAI അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ്. അതായത് 1977 ഏപ്രിൽ 21 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡൈവേഴ്സായി കടന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് കടന്നിട്ടുള്ള അക്കൗണ്ടിങ് പോളിസിയെയും അതേപോലെ തന്നെ പ്രാക്ടീസസിനെയൊക്കെ ഹാർമോണൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരേ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബോർഡിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ICAI തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അവർക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഇങ്ങനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതായത് അപ്ലിക്കബിൾ ലോസ്, കസ്റ്റംസ്, യൂസേജസ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ ദി കൺട്രി, ഇന്ത്യ രാജ്യത്തിനകത്ത് വരുന്ന അപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളും അതേപോലെ തന്നെ കസ്റ്റംസ്, യൂസേജസ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ ദി കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ബിസിനസ് എൻവയോൺമെൻറ്റും ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവർ കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക? ഇങ്ങനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അവർ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയാം, ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയാം, നീഡ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 6 പോയിന്റ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓർ നീഡ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓർ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ 6 പോയിന്റുകളാണ് നമുക്ക് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ. ഫസ്റ്റ് വൺ, എലിമിനേഷൻ ഓഫ് വാരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, എലിമിനേഷൻ ഓഫ് വാരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ വരുന്ന വാരിയേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസാക്ഷനെ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആണ്. അതായത് ഒരാൾ ഒരു സെയിൽ നടത്തുന്ന ഒരു ട്രാൻസാക്ഷനാണ്. ഈ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്നത്, ക്യാഷ് സെയിൽസ് നടത്തുന്നത്, ക്യാഷിന് പർച്ചേസ് നടത്തുന്നത്, അതേപോലെ തന്നെ നമ്മൾ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഫണ്ട് റേസ് ചെയ്യുന്നത് തുടങ്ങിയിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മുടെ ബിസിനസ്സിനകത്ത് വരും. ഇതൊക്കെ നമ്മുടെ ട്രാൻസാക്ഷൻസ് ആണ്. ഈ ട്രാൻസാക്ഷനൊക്കെ എന്ത് ചെയ്യാമോ? നമ്മൾ നമ്മുടെ അക്കൗണ്ട്സിനകത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്കും അതിനെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ പല രീതിയിൽ നടത്താതെ ഒരേ രൂപത്തിലേക്ക് കൊണ്ടുപോകുക, അതിൽ വാരിയേഷൻസ് ഇല്ലാതെ, മാറ്റങ്ങളില്ലാതെ എല്ലാ ഫേമുകളും ഒരേ രൂപത്തിൽ അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സുകളും ഒരേ രൂപത്തിൽ തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിക്കൊണ്ട് പറയും. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വാരിയേഷൻസ്, ഓരോ ഫേമുകളും അവർ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ വരുന്ന വാരിയേഷൻസ്, അതിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എലിമിനേറ്റ് അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്, റെഡ്യൂസ് കൺഫ്യൂഷൻ ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സ്. അതായത് അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിനെ തന്നെ പറയും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് എങ്ങനെ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് എവിടെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ASB കൊണ്ട് പറ്റും. ASBയുടെ ഗൈഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന രൂപത്തിലുള്ള ട്രാൻസാക്ഷൻ അത് ഈ രൂപത്തിലാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്, അത് ഇവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രാൻസാക്ഷന് എവിടെ പോസ്റ്റ് ചെയ്യണം, അത് എങ്ങനെ പോസ്റ്റ് ചെയ്യണം, ഏത് രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയുള്ള കൺഫ്യൂഷൻസ്, അക്കൗണ്ടിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിന് വരുന്ന കൺഫ്യൂഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കുറക്കാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ.
നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഇതിൻ്റെ ഇൻഫർമേഷൻസ് ആവശ്യമായിരിക്കും. ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് തൊട്ട് അതിൻ്റെ എംപ്ലോയീസ് തൊട്ട് അതിൻ്റെ പിന്നെ സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതിൻ്റെ ഡെപ്റ്റേഴ്സ്, അതേപോലെ തന്നെ കസ്റ്റമേഴ്സ്, ബാങ്ക്, ഗവൺമെൻറ് തുടങ്ങിയ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ എന്താണ്, ഈ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമാണ്. പക്ഷേ ബിസിനസ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ്സിന് വരുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്കും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബോർഡ് പറയുന്ന അല്ലെങ്കിൽ അക്കൗണ്ടൻസി ബോർഡ് പറയുന്ന ചില ഇൻഫർമേഷൻസ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു രൂപത്തിലും മറ്റൊരു കമ്പനി അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന മറ്റൊരു രൂപത്തിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ട് ഡാറ്റയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് നമ്മൾ ഒരു രൂപത്തിലും മറ്റുള്ളവർ മറ്റൊരു രൂപത്തിലുമാണ് അത് ഡിസ്ക്ലോസ് ചെയ്തെങ്കിൽ അത് തമ്മിൽ കമ്പാരിസൺ അത് പുറത്തുള്ളൊരു വ്യക്തിക്ക് അത് പോസിബിൾ ആവില്ല. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെ ഒരേ രൂപത്തിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കൊണ്ട് പറ്റും. കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് കിട്ടുന്ന ഒരു സ്റ്റേക്ക് ഹോൾഡർക്ക്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക്, അതിനാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയും, സ്റ്റേക്ക് ഹോൾഡർക്ക് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ രണ്ട് ഡാറ്റയും നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ പറയുന്നത്, അല്ലെങ്കിൽ ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയുന്നത് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് കമ്പാരിസൺ പോസിബിൾ ആണെങ്കിൽ അവിടെ എന്ത് വേണം, നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റും അവരുപയോഗിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റും അത് രണ്ടും വ്യത്യാസമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അത് കമ്പാരിസൺ നടത്താൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു രൂപത്തിലാണ്, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയത്, അവരൊരു അക്കൗണ്ട് രൂപത്തിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയത്. അത് രണ്ടും രണ്ട് വ്യത്യസ്ത രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വലിയ ധാരണയില്ലാത്ത ഒരാൾക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസി കമ്പാരിസൺ നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പാരിസൺ പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് ഒരേ രൂപത്തിലായിരിക്കണം. അപ്പോൾ ആ ഒരു ഒരേ രൂപത്തിലാക്കുക എന്നുള്ളതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ കമ്പാരിസൺ പോസിബിൾ ആക്കുക എന്നുള്ളതും എന്താണ്, നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ആയിക്കൊണ്ട് നമുക്ക് പറയാം. ദെൻ ഫിഫ്ത്ത് വൺ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ അല്ലെങ്കിൽ അവരുടെ ഷെയർ വാങ്ങുന്ന, ബോണ്ട് വാങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ ഡിബഞ്ചർ വാങ്ങുന്ന ആളുകളെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. കാരണം അവരുടെ ക്യാഷ് എന്ത് ചെയ്യണം, കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുക. ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ട് പറ്റും. അതെങ്ങനെയായിരിക്കും, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അവരെന്ത് ചെയ്തും, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് ഇയറിലെ നമ്മൾ ഏത് കമ്പനിയിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്യും. അതായത് പാസ്റ്റിലെ അവരുടെ ഷെയറിൻ്റെ വാല്യൂ, അതേപോലെ തന്നെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, അവരുടെ ബാലൻസ് ഷീറ്റുകൾ, അതേപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയിട്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ പ്രോഫിറ്റ് ആണോ അതോ നഷ്ടത്തിലേക്ക് പോകുന്ന കമ്പനിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും, മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ഇൻവെസ്റ്ററും വെറുതെ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും,
ചെയ്യും, കമ്പനിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചാണെങ്കിൽ എല്ലാ കമ്പനീസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കമ്പാരിസൺ നടത്താം. നമ്മൾ 4ാമത്തെ പോയിന്റിൽ പറഞ്ഞുള്ള കമ്പാരിസൺ പോസിബിൾ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇൻവെസ്റ്റർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കിട്ടി കമ്പാരിസൺ പോസിബിൾ ആയി കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് കമ്പനിയിലാണ് ഇപ്പോൾ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് കൂടുതൽ റിട്ടേൺ കിട്ടുക, റിസ്ക് കുറവ് എവിടെയായിരിക്കും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെയാണ് 6th പോയിന്റ് പറയുന്നത് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്ലക്ച്വേഷൻസ് ഇൻ വാല്യൂ ഓഫ് ഷെയർസ്. നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരേ രൂപത്തിലാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ മിസ്സായിട്ട് അല്ലെങ്കിൽ നമുക്കവിടെ തെറ്റുകൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ഇൻഫർമേഷൻസ് തെറ്റായ രീതിയിൽ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് എല്ലാ കമ്പനീസും ഒരേ രൂപത്തിലാണ് അവരുടെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിക്കും അവരുടെ ഫിഗേഴ്സും ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സിനെ മറ്റൊരു രീതിയിലേക്ക് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിലേക്ക് അതിനെ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഷെയർ വാല്യൂ അല്ലെങ്കിൽ അവരുടെ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഷെയറിൻ്റെ വാല്യൂവും അതേപോലെ തന്നെ അവരുടെ മാർക്കറ്റ് വാല്യൂ ഒക്കെ പിന്നെ നമുക്ക് തെറ്റായ രീതിയിൽ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ മാർക്കറ്റിലെ എല്ലാ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഷെയറിൻ്റെയും അതേപോലെ തന്നെ ഡിബെഞ്ചറിൻ്റെയും ബോണ്ടിൻ്റെയും ഒക്കെ അതിൽ വരുന്ന അവരുടെ പ്രൈസ്, മാർക്കറ്റിൻ്റെ പ്രൈസ് അതിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റും. ഈ മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻ, പെട്ടെന്നുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ചില കമ്പനീസ് അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ തെറ്റായ രീതിയിൽ കാണിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവർ കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഈ ഒരു ഇത്ര വലിയ പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് അവരുടെ ഷെയർസും ബോൺസും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് പെട്ടെന്ന് ഹൈക്ക് ഉണ്ടാവും. അങ്ങനെ തെറ്റായ രീതിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാ കമ്പനീസും ഒരേ രൂപത്തിലാണ് അവരുടെ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റു കമ്പനികൾ കാണിക്കുന്ന പോലെയുള്ള ഇൻഫർമേഷൻസേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു മിസ്ലീഡിങ് അവിടെ എന്ത് ചെയ്യില്ല, പോസിബിൾ അല്ല. സോ എന്ത് ചെയ്യും, അവിടെ ഈ മാർക്കറ്റ് ഷെയറിൽ വരുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയറിൻ്റെയും അതേപോലെ തന്നെ ബോണ്ടിൻ്റെയും ഒക്കെ മാർക്കറ്റ് പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. മിസ്ലീഡിങ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓർ നീഡ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പയറിങ് ആൻഡ് പ്രസൻറ്റിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കവിടെ കാണാം, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ടു ബി പ്രിപ്പയർഡ് ദാറ്റ് ദേ ആർ കമ്പയറബിൾ വിത്ത് ദോസ് ഓഫ് ഡിഫറെൻറ്റ് ഇയേഴ്സ് ഓഫ് ദി സെയിം ഫേം ഓർ ദോസ് വിത്ത് അതർ ഫേംസ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് കാര്യത്തിനും വേണ്ടിയിട്ടാണ്. ഒന്ന് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ തന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി, അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് പറയുന്നത് ഓർ ദോസ് വിത്ത് അതർ ഫേംസ്, മറ്റു ഫേമുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യാം. ഇങ്ങനെ രണ്ട് കാര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 സ്പെസിഫൈസ് ദ പോളിസി ആസ് റിഗാർഡ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ. ഇങ്ങനെ നമ്മൾ കമ്പാരിസൺ നടത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. നമുക്ക് ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3, അങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുണ്ട്. അതിൽ AS1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 സ്പെസിഫൈസ് ദ പോളിസി ആസ് റിഗാർഡ് ഡിസ്ക്ലോസർ ഓഫ് ഇൻഫർമേഷൻ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ
സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത്. നമുക്കവിടെ കാണാം AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അവിടെ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാം ദ സ്റ്റാൻഡേർഡ് ഓൺ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എക്സ്പ്ലെയിൻസ് ദ സ്റ്റാൻഡേർഡ് ഓൺ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഈ നമ്മൾ AS1 എന്ന് പറയുന്ന ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എക്സ്പ്ലെയിൻസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഹൗ അക്കൗണ്ടിങ് പോളിസീസ് ഹാവ് ടു ബി ഫോളോവഡ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അതേപോലെ തന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് AS1 എന്ന് പറയുന്ന ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഈ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്ന AS1-നകത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു അക്കൗണ്ടിങ് പോളിസി എങ്ങനെയായിരിക്കണം, അക്കൗണ്ടിങ് പോളിസി പ്രകാരം എങ്ങനെയായിരിക്കണം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു യൂസേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ മീനിങ് കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻ്റർപ്രൈസസ്. ഇങ്ങനെ AS1 പ്രകാരമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതും ഒരേ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യൂസേഴ്സിനൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മീനിങ് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് പോകും. വ്യത്യസ്തങ്ങളായിട്ടുള്ള എൻ്റർപ്രൈസുകളുടെ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫേമുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കമ്പാരിസൺ നടത്താൻ വേണ്ടി യൂസ്ഫുൾ അല്ലെങ്കിൽ മീനിങ് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഈ AS1 പ്രകാരമുള്ള ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്ന ഈ AS1 പ്രകാരം ആണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള എൻ്റർപ്രൈസുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനൊരു മീനിങ് കമ്പാരിസൺ നടത്താൻ വേണ്ടി നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദർ ആർ മെനി ഐറ്റംസ് ആൻഡ് ഏരിയസ് വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വേൾഡിനകത്ത് ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഓരോ രാജ്യത്തിനകത്തും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും അതിന് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഓരോ എൻ്റർപ്രൈസസും ഓരോ രീതിയിലുള്ള വ്യത്യസ്ത കമ്പനികളുണ്ടായിരിക്കും. ആ കമ്പനിക്കൊക്കെ ഓരോ സ്വഭാവം, അതിൻ്റെ നേച്ചർ ഉണ്ടായിരിക്കും. ആ നേച്ചറിനനുസരിച്ച് അതെങ്ങനെയായിരിക്കണം അതിൻ്റെ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് പകരം ഒരേ രൂപത്തിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എന്തിനകത്തുണ്ടായിരിക്കും, അക്കൗണ്ടിങ് പോളിസി ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്ന ഈ ഒരു AS1-നകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് കാണാം അവിടെ മെയിൻ ഏരിയാസ് വേർ മോർ ദാൻ വൺ മെത്തേഡ് ക്യാൻ ബി ഫോളോഡ് ഫോർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിനകത്ത് ഒന്നിലധികം മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നത് എവിടേക്കാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിപ്രീസിയേഷൻ്റെ കേസിലാണ്. ഡിപ്രീസിയേഷൻ്റെ കേസിൽ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷൻ നമുക്ക് പല രീതിയിൽ കാണാം. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡായിട്ട് കാണാം. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു അസറ്റ് അതിന് 5 വർഷമാണ് അതിൻ്റെ കാലാവധിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് മൈനസ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കാണും. ദെൻ ആ ഒരു എമൗണ്ടിന് എന്ത് ചെയ്യും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഓരോ വർഷവും എന്ത് ചെയ്യും, നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. രണ്ടാമത് റിട്ടേൺ ഡൗൺ വാല്യൂ, ഓരോ വർഷം എന്ത് ചെയ്യും, റിട്ടേൺ ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഇത്ര ശതമാനം കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ആന്വിറ്റി മെത്തേഡ്, ഓരോ വർഷത്തിലും അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണുന്ന ആ ഒരു രീതി ആന്വിറ്റി മെത്തേഡ്, അല്ലെങ്കിൽ റീവാല്യൂഷൻ മെത്തേഡ്, ഓരോ വർഷവും എന്ത് ചെയ്യും, ഈ ഒരു അസറ്റിനെ നമ്മൾ റീവാല്യൂ ചെയ്തുകൊണ്ട് അതിൽ വന്നിട്ട് ഡിപ്രീസിയേഷൻ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല മെത്തേഡ്സിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ ഇങ്ങനെ 4 മെത്തേഡിൽ ഇത് ഈ ഒരു ഏകദേശം 10ഓളം മെത്തേഡിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോ എൻ്റർപ്രൈസസും അല്ലെങ്കിൽ ഓരോ ഫേംസും ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒരേ രൂപത്തിൽ വരുന്ന എൻ്റർപ്രൈസസ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1-നകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ന രൂപത്തിലുള്ള എൻ്റർപ്രൈസ് ആണെങ്കിൽ അവർ ഇന്ന രീതിയിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഈ ഒരു രൂപത്തിൽ അതിൻ്റെ ഒരു ആ ഒരു എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ പ്രത്യേകത നോക്കും. ആ ഒരു പ്രത്യേകതക്കനുസരിച്ച് ഇന്ന
ഇന്ന ഡിപ്രീസിയേഷൻ മെത്തേഡാണ് സൂട്ടബിൾ ആവുക എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് AS1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവരുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതേ രൂപത്തിൽ വരുന്ന മറ്റെല്ലാ കമ്പനികളും എന്തായിരിക്കും അതേ ഡിപ്രീസിയേഷൻ മെത്തേഡ് തന്നെയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോളോ ചെയ്തിട്ടുണ്ടാവും. സോ കമ്പാരിസൺ അവിടെ പോസിബിൾ ആവും. അതേപോലെ തന്നെ വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് അവിടെ നമുക്ക് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വരും, സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വരും, അതേപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വരും. ഇതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയാം. അപ്പോൾ ഈ ഇൻവെൻട്രീസിൻ്റെ സ്റ്റോക്കിനെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിഫോ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അതേപോലെ തന്നെ ലിഫോ എന്ന് പറയുന്ന ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അതായത് ഫിഫോ എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന സാധനം ഫസ്റ്റ് വന്നിട്ടുള്ള ഗുഡ്സ് ഫസ്റ്റ് മൂവ് ചെയ്യണം എന്നുള്ള ഒരു മെത്തേഡാണ് ഫിഫോ എന്ന് പറയുന്നത്. ലിഫോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്, ലാസ്റ്റ് വന്നത് ആദ്യം മൂവ് ചെയ്യണം എന്നുള്ളതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ദെൻ സിമ്പിൾ ആവറേജ് കണ്ടിട്ട് അവിടുന്ന് മൂവ് ചെയ്യണം എന്നുള്ളത്. ദെൻ വെയ്റ്റഡ് ആവറേജ് വന്നിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ വെയിറ്റ് കൂടി പരിഗണിച്ചുകൊണ്ട് അവിടെ ആവറേജ് കാണുന്ന രീതിയാണ് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് 4th സെമസ്റ്ററിൽ പഠിക്കാനുണ്ട്. നിങ്ങളുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് കൃത്യമായിട്ട് ലിഫോയും ഫിഫോയും അതേപോലെ തന്നെ സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇതിലേത് മെത്തേഡ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും ഇന്ന ഒരു എൻ്റർപ്രൈസാണ്, ഇന്നൊരു ഫേം ആണെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത് ഇന്ന വാല്യുവേഷൻ മെത്തേഡാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ രൂപത്തിൽ വരുന്ന എൻ്റർപ്രൈസുകൾ എന്തായിരിക്കും ഒരേ രൂപത്തിലുള്ള വാല്യുവേഷൻ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുക. അത് മാത്രമല്ല ദർ ക്യാൻ ബി ഓൾസോ ഡിഫറെൻറ്റ് മെത്തേഡ് ഫോർ വാല്യുവേഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പല രീതിയിൽ നമുക്ക് വാല്യൂ ചെയ്യാം. അതിൽ സെക്യൂരിറ്റി അനാലിസിസിൽ വ്യത്യസ്തങ്ങൾ, ഫണ്ടമെൻ്റൽ അനാലിസിസിന്, ടെക്നിക്കൽ അനാലിസിന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനാലിസിസുകളുണ്ട്. അപ്പോൾ ഈ അനാലിസിസ് ഏത് വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ വാല്യൂ ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യത്യസ്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ട്രീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റുകളെ വാല്യൂ ചെയ്യുന്ന കാര്യത്തിൽ, ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതൊക്കെ ഒരേ രൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള എൻ്റർപ്രൈസുകൾ അവർ ഫോളോ ചെയ്യേണ്ട ഏത് പോളിസിയാണ്, അക്കൗണ്ടിങ് പോളിസിയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഏത് തരത്തിലാണ് ഒരു ട്രാൻസാക്ഷൻ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്കവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരേ രൂപത്തിലായിട്ട് വരും. അതായത് ഒരേ രൂപത്തിലുള്ള ഇൻഡസ്ട്രികളുടെ അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള ഫേമുകളുടെ, ഒരേ രൂപത്തിലുള്ള എൻ്റർപ്രൈസുകളുടെ അവയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരേ രൂപത്തിൽ വരും. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് ഈസി ആയിട്ട് കമ്പാരിസൺ നടത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് നമുക്ക് മറ്റു എൻ്റർപ്രൈസ്, നമ്മുടെ അതേ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അതേ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മീനിങ് ഫുൾ കമ്പാരിസൺ നടത്താൻ പറ്റും. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ അത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരമായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം റീവാലുവേഷൻ മെത്തേഡ് പ്രകാരമായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റില്ല. കാരണം 3 വർഷം മുമ്പേ നമ്മൾ റീവാലുവേഷൻ മെത്തേഡാണ്, കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്, ഈ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ 3 വർഷത്തിനും 3 രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഡിപ്രീസിയേഷൻ നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ 3 വർഷത്തിലും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അവിടെ അനാലിസിസ് നടത്താം അല്ലെങ്കിൽ കമ്പാരിസൺ നടത്താൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനി എ എന്ന് പറയുന്നത്, കമ്പനി ബി എന്ന് പറയുന്നത്, 2 കമ്പനീസും ഒരേ രൂപത്തിലുള്ള ബിസിനസ്സാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കമ്പനി എ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് അവർ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കമ്പനി ബി റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 കമ്പനികളും 2 രീതിയിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യില്ല, അവിടെ ഡിപ്രീസിയേഷൻ്റെ കമ്പാരിസൺ പോസിബിൾ ആവില്ല. കാരണം 2 ഫേമുകളും ഒരേ രൂപത്തിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ
കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം അതിൻ്റെ ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്ന AS1 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് രൂപത്തിലുള്ള ഫേമുകളും അവർ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് പോളിസി ഏതാണ്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഏതാണ് എന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ 3rd മൊഡ്യൂള് കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ്. IFRS കുറിച്ചാണ് നമുക്കിതിന് ഈ ഒരു ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. പക്ഷേ IFRS കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെക്കുറിച്ചും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെക്കുറിച്ചും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെക്കുറിച്ചും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെക്കുറിച്ചും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൽ നിന്ന് എങ്ങനെയാണ് IFRSലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. അതായത് നമ്മുടെ ത്രൂ ഔട്ട് വേൾഡിനകത്തുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ഒരേ രൂപത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സെറ്റ് ഓഫ് റൂൾസും അതേപോലെ തന്നെ സെറ്റ് ഓഫ് പോളിസീസും കൊണ്ടുവന്നത്. ഈ സെറ്റ് ഓഫ് റൂൾസിനെയും സെറ്റ് ഓഫ് പോളിസീസിനെയൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസിനെയും അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രാക്ടീസസിനെയൊക്കെ ഹാർമോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ICAI അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡിനെയാണ് നമ്മൾ ASB എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത്. 1977 ഏപ്രിൽ 21 ഇങ്ങനെ ഒരു ബോർഡ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ ബോർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഹാർമോണൈസ് ചെയ്യാൻ വേണ്ടി ഡൈവേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസിനെയും അതേപോലെ തന്നെ പ്രാക്ടീസസിനെയും ഒക്കെ ഹാർമോണൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മേജർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു ബോർഡിനകത്ത് വരുന്ന മെമ്പേഴ്സ് ICAI തന്നെ അവർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും വരിക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കകത്തുള്ള നിലവിലുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസും കസ്റ്റംസും യൂസേജസ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റുകളൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കും അവരെന്ത് ചെയ്യുക, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വാരിയസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എലിമിനേറ്റ് ചെയ്യുക, തന്നെ അതേപോലെ തന്നെ കൺഫ്യൂഷൻ അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിന് ഇടയിലുള്ള കൺഫ്യൂഷൻസിനെ റെഡ്യൂസ് ചെയ്യുക. ദെൻ ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, എങ്ങനെയായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ദെൻ ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പാരിസൺ പോസിബിൾ ആക്കുക, മീനിങ് ഫുൾ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് പോസിബിൾ ആക്കുക എന്നുള്ളത്. ദെൻ ഇൻക്രീസ് ഇൻ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യിക്കുക. ദെൻ റെഡ്യൂസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദി വാല്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസിലുള്ള ചേഞ്ചസ് ഫ്ലക്ച്വേഷൻസ് വലിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ പ്രിപ്പയറിങ് ആൻഡ് പ്രസൻറ്റിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അതിനകത്ത് AS1 കുറിച്ചാണ് അവിടെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഈ ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതേപോലെ അത് എങ്ങനെയായിരിക്കണം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെയിൻ ഏരിയാസ് കണ്ട്, ഡിപ്രീസിയേഷന്, അതേപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്, അതേപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് പോളിസീസ്, വാല്യുവേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഫേമുകൾ ആ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതിനൊക്കെ ഒരേ രൂപത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് AS1 കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.